ഫൈനലി നമ്മുടെ അങ്കത്തട്ട് 2025 ഈസ് ഹിയർ. നമ്മുടെ നെൽസണിൽ നടക്കുന്ന ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 10 ടീംസ് ആണ് ഉള്ളത്. ഗെയിം മാത്രം കണ്ടാൽ പോരാ, നമ്മുടെ ടീം മെമ്പേഴ്സ് ആരാ, എന്താ, അവരെവിടുന്ന, അവരെന്തൊക്കെയാ അവരുടെ സ്ട്രാറ്റജീസ്, ഗെയിം കഴിയുമ്പോൾ അവരുടെ റിക്കവറിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാ, ഇതൊക്കെ അറിയണ്ടേ? വാ നമുക്ക് അവരെ കാണാം, അവരോട് ചോദിക്കാം. പുണ്യാളൻസിലെ ടീം മാനേജർ ഉണ്ട്. ചേട്ടന്റെ പേരെന്നാ? ലീൻ ആന്റണി. ഓക്കെ. ഇന്നാണോ വന്നേ നെൽസണില്? ഞങ്ങൾ ഇന്നലെ വൈകിട്ട് എത്തി. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ സ്റ്റോപ്പിലാണ്. ഓക്കെ. നിങ്ങളുടെ ടീമില് എത്ര പേരുണ്ട്? ലൈക്ക് ഞങ്ങള് ശരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് അടക്കം 10 പേരാണ് കോച്ചടക്കം വേണ്ടത്. പക്ഷെ ഞങ്ങൾ 9 പേരായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒരു മെമ്പർ സിക്കാണ്. നിങ്ങൾ ഒരു ഗെയിമിന് ഇറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രിപ്പറേഷൻസ്, എത്രയൊക്കെ നിങ്ങൾ സഫർ ചെയ്തിട്ടാണ് ഇവിടെ എത്തണം? ഇതിന്റെ പിന്നിൽ ഇപ്പൊ ടഗ് ഓഫ് വാറിൽ എല്ലാ ടീമും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ട്രയല് ഇമ്പോർട്ടന്റ് ആണ്. വീക്കിലി 3 to 4 ടൈംസ് മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഞങ്ങൾ ലാസ്റ്റ് 2 to 3 months ട്രയല് മാക്സിമം എഫർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്യണം, എല്ലാം ഒരുപാട് എഫർട്ടിന്റെ പിന്നിലുണ്ട്. നമ്മൾ ഈ വടംവലിനെ ഒരു 3 words ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ വാട്ട്? വടംവലി പൊളിയാണ്. ഓക്കെ. ഇതിലേക്ക് ഈ ഗെയിം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ കാര്യം എന്താ? ഇതില് ഒരുപാട് നല്ല വീറും വാശി, നല്ല ഇപ്പൊ നല്ല വീറും വാശിയും ഒക്കെ ഉള്ള മത്സരമാണ്. ഹെഡിനാലും റഷുള്ള ഒരു ഗെയിമാണ്, മാൻലി ഗെയിമാണ്. അപ്പോ അതിന്റെ ഒരു വീറും വാശിയും എന്തായാലും ഉണ്ടാവും. ഇത് കൂടാതെ ഞാൻ പറഞ്ഞ ഫുട്ബോളിന് ഇത്ര ഒരു വാശി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഒരു ഓവറോൾ ഒരു അച്ചീവ്മെന്റ് ഒരിക്കലും മറക്കാത്ത ഈ ടീമിന് അതേതായിരുന്നു? ഞങ്ങള് ലാസ്റ്റ് മന്ത് ഞങ്ങൾ സെപ്റ്റംബറിൽ മത്സരിച്ചായിരുന്നു. അപ്പൊ അത് കിവീസ് നടത്തിയ ടൂർണമെന്റ് ആണ്. അപ്പൊ അവിടെ ഞങ്ങളായിരുന്നു ചാമ്പ്യൻസ്. അത് ഞങ്ങളുടെ ലാസ്റ്റ് മന്ത് അച്ചീവ്മെന്റ് ആണ്. എന്തെങ്കിലും റിച്വൽസോ എന്തെങ്കിലും സ്പിരിച്വൽ തിങ്സ് എല്ലാ ഇവന്റിനും മുമ്പായിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോ പ്രത്യേകിച്ച് ഒരു ഇതില്ല. ഒരു മതത്തിലല്ല, പല മതത്തിൽ നിന്നും പല റിലീജിയനും പല വിശ്വാസങ്ങളും അല്ലേ. നമ്മളതെല്ലാം റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാവർക്കും അവരുടെ വിശ്വാസത്തിൽ വിശ്വസിക്കാം. ഇങ്ങനത്തെ പ്രത്യേക റിച്വൽസ് നമ്മൾ ഫോളോ ചെയ്യുന്നു. ഈ വടംവലിയിലെ വെയിറ്റ് ഇട്ടായിക എന്ന് പറയുന്ന ഒരു സ്ട്രഗിള് ചില ടീംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർ ആ ഒരു ഓൺ ദ സ്പോട്ടില് ആ ഒരു വെയിറ്റ് കുറച്ച് ടീംസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഞങ്ങള് അതിൽ ലക്കിയാണ്. 605 ഇവിടുത്തെ വെയിറ്റ്. ഞങ്ങള് 604.95, അതായത് 50 grams കുറവാണ്. അപ്പൊ ഞങ്ങൾ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഇന്ന് ഇവിടെ ന്യൂസിലാൻഡ് നെൽസന് നടക്കുന്ന വടംവലിയെ കുറിച്ച് എന്താ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തെന്ന് വേണം പറയാൻ. ഇവിടുത്തെ എഫേർട്ട് അടിപൊളിയാണ്. അസോസിയേഷന്റെ ബാക്കപ്പ് ഉണ്ട്. മിന്നൽപ്പട നല്ലൊരു എഫേർട്ട് കൊടുത്താണ്. അപ്പൊ നമ്മൾ സോഫാർ കുറെ ടൂർണമെന്റിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളും പല പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു എഫേർട്ട് എടുത്ത് വളരെ നല്ല അച്ചീവ്മെന്റ് ആണ്. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ടീം മിന്നൽപ്പടയും നെൽസൺ മലയാളി അസോസിയേഷനും ഉണ്ട്. എല്ലാവിധ ഭാഗങ്ങളും. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ട് ആൻഡ് ടീം മെമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഒരു പേരൊക്കെ ചോദിച്ചാലോ? പേര് പറയും. എന്റെ പേര് ജിതിൻ, ടൈറ്റൻസ് ടീമാണ്. ജിസൺ, ടോം, അലൻ, അനിൽ, ഷിൽസ്, റോണി. നിങ്ങളുടെ ടീമിന്റെ സീക്രട്ട് എന്താ? ഒരു പുള്ളില് സിങ്കോടെ സ്റ്റേ ചെയ്യാനുള്ള എനി സീക്രട്ട് യു ഹാവ്? അതാണ് ഒന്നാമത്തെ കാര്യം. എന്നാലും കുറച്ച് ഞങ്ങള് സീക്രട്ടൊന്നും പുറത്തു പറയാൻ പറ്റില്ല. ഒരേ സ്റ്റെപ്പില് കയറി പോവാ. അതാണ് ക്യാപ്റ്റനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഓക്കെ മാനില് നമുക്ക് ഇടിയൊക്കെ ഉണ്ടാവും മനുഷ്യരായാല്. സോ നിങ്ങൾക്ക് ഇടയിലുള്ള ഡിസ്അഗ്രിമെന്റ്സും ഡിസ്പ്യൂട്ട്സും ഒക്കെ നിങ്ങൾ എങ്ങനെ സോൾവ് ഔട്ട് ചെയ്യാം? വടംവലിക്ക് എല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ച് വലിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് തന്നെ വലിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു മത്സരമല്ല വടംവലി. പിന്നെ ടീമിന്റെ അകത്ത് ഉള്ള ആർക്കും ഇന്റേണൽ പൊളിറ്റിക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എല്ലാവരും ഒത്തൊരുമിച്ച് പറഞ്ഞ സംഭവം എല്ലാവരും അങ്ങോട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഞങ്ങൾ വലിക്കുന്നുണ്ട്. നേരെ മറിച്ച് പുറത്തെ കാര്യങ്ങൾ പുറത്ത്, അകത്തെ കാര്യങ്ങൾ അകത്ത്, അത്രേ ഉള്ളൂ. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ടീം മെമ്പേഴ്സിനെ എടുത്ത് എങ്ങനെയാ ഈ ടീമില്? അത് എല്ലാവർക്കും വലിക്കാൻ താല്പര്യമുണ്ട്. ഞാനാണ് ഈ മെമ്പറിലോട് ലാസ്റ്റ് വന്ന് ചേർന്ന വ്യക്തി. ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് ഞാനും വന്ന് ചേരുകയത്. എല്ലാവർക്കും വലിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ വേദന സഹിച്ച് വലിക്കാനും പിന്നെ ലീവ് എടുത്ത് വരണം. അതിനുള്ള പാഷനും ഒക്കെയാണ്. അപ്പോ നിങ്ങൾക്ക് ഈ വടംവലി കഴിയുമ്പോഴേക്കും മെന്റലി ആൻഡ് ഫിസിക്കലി പെയിൻസും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ റിക്കവർ ചെയ്യണേ? നമ്മള് കുറച്ച് കഴിയുമ്പോ റെസ്റ്റ് എടുക്കും. നമ്മള് എപ്പോഴാണേലും നമ്മൾ ഇത്ര എഫേർട്ട് എടുക്കുന്നതാണ്. അപ്പൊ ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടാവും.
പിന്നീട് നമ്മൾ റെസ്റ്റ് എടുത്ത് റിട്ടേൺ ചെയ്ത് വരും. ജിമ്മിലേക്ക് പോയി വർക്കൗട്ട് ചെയ്യും. ഇനി എന്തുമാത്രം പെയിൻ ഉണ്ടെങ്കിലും ഒരു വിജയം കിട്ടുമ്പം ആ പെയിൻ എല്ലാരും എല്ലാം അങ്ങ് മറക്കും. മറക്കുകയില്ല. എല്ലാത്തിന്റെയും പുറകിൽ ഒരു പെയിൻ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ഏതാ ഈ വടംവലി ചേർന്ന് കഴിഞ്ഞിട്ട് ലൈക്ക് പ്രൈസ് ഫീൽ ചെയ്തോ എന്തെങ്കിലും? വടംവലിയിൽ നമുക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഞങ്ങള് ടൈറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് വലിയിൽ തന്നെ ഞങ്ങള് തേർഡ് റണ്ണേഴ്സപ്പ് ആയി. അതാണ് ഞങ്ങൾക്കൊരു ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. താങ്ക് യു സോ മച്ച്. ബൈ. ഓൾ ദി ബെസ്റ്റ്. സോ നമ്മളിപ്പോ കിങ്സ് ഹാമിൽട്ടന്റെ കൂടെയാണ്. നമുക്ക് കുറച്ച് ടീം മെമ്പേഴ്സ് നമ്മുടെ ക്യാപ്റ്റൻ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാമോ? ജോസ്. ഞാൻ നിങ്ങളോട് കുറച്ച് വടംവലി നിങ്ങള് റോപ്പ് പുൾ ചെയ്യുമ്പോഴേക്കും ഫൈനൽ സെക്കൻഡ്സില് നിങ്ങളുടെ സൈഡിലോട്ട് ആ റോപ്പ് കിട്ടുമ്പോ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് എന്താണ്? നമ്മള് ജയിക്കാൻ പോവാന്നുള്ള ഒരു ഫീല്. അത് തന്നെ ജയിക്കാൻ പോകുന്ന ഓരോ ഇഞ്ചും ഇങ്ങോട്ട് കിട്ടുമ്പോഴും നമ്മൾ ജയിക്കാനുള്ള കിട്ടുന്നതോറും അങ്ങനെയാണല്ലോ. പത്തടിയുള്ളതിൽ ഓരോ ഇഞ്ചും കിട്ടുമ്പോൾ ഹെഡിലേക്ക് വരുമ്പോ നമുക്ക് സന്തോഷമാണ്. പിന്നെ എവറി ടൈം ഓരോ കോമ്പറ്റീഷൻസിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോഴും ഓരോ ടൈമിലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പിരിച്വൽ ചെയ്യുന്ന അതിന് മുമ്പ് എല്ലാരും ദൈവത്തിന് വിളിക്കും. വർക്കൗട്ട് നമ്മള് ഏറ്റവും എന്താ പറയുന്നുണ്ട് ഒരു സ്പിരിറ്റ്, എല്ലാവരുടെയും ഒരു ഒത്തൊരുമയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ഞാൻ ജയിക്കണം എന്നുള്ളൊരു എല്ലാവർക്കും ഒരു ഏറ്റവും ഇഷ്ടം. ഇത്ര കാലമായിട്ട് നിങ്ങൾ 10 വർഷമാണ് ഞങ്ങള് സമയത്ത് തുടങ്ങിയത് 2017. നമുക്ക് തന്നെ തുടങ്ങി, എന്നാലും എസ്റ്റാബ്ലിഷ് ആയത് 2017. ആരാണ് ആ ഒരു അവാർഡാ നമുക്ക് വടംവലി തുടങ്ങാം അങ്ങനെ പറഞ്ഞ ഒരാളാരാ? ഞങ്ങൾ 2-3 കൂട്ടുകാരെ കൂടി തുടങ്ങിയതാണ്. പലരും ഇപ്പൊ ഇല്ല. തുടങ്ങിയത് ഓസ്ട്രേലിയ തുടങ്ങിയത്. അപ്പൊ തുടങ്ങിയപ്പോ തന്നെ ചേട്ടനായിരുന്നോ തുടങ്ങിയപ്പോ തൊട്ട് ചേട്ടനായിരുന്നോ ക്യാപ്റ്റൻ? ഓർ ചേട്ടൻ ക്യാപ്റ്റൻ ആയിട്ട് എത്ര നാളായി? തുടങ്ങിയത് ഞാനായിരുന്നു. നമ്മുടെ മിന്നൽപ്പടയുടെ എല്ലാമായ മനുഷ്യേട്ടൻ നമ്മുടെ കൂടെ. മനുഷ്യേട്ടനോട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ? മനുഷ്യേട്ടൻ എത്ര മണിക്ക് എന്നിട്ട് ഈ വടംവലിയുടെ പ്രിപ്പറേഷൻ എന്തൊക്കെ ചെയ്തു തുടങ്ങി? 6 മണിക്ക് എണീറ്റ് മനുഷ്യേട്ടൻ ഇപ്പൊ ഏകദേശം 10 മണിയായി. 11 o'clock നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും എന്തൊക്കെ ചെയ്തു? രാവിലെ എണീറ്റ് നമ്മൾ എല്ലാ വടംവലിക്കും പോലെ നമ്മള് ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. വെയിറ്റ് കൊടുക്കാൻ വേണ്ടി രാവിലത്തെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ലൊരു വാം ഷവർ പ്രിപ്പയർ ചെയ്ത് സ്ട്രെച്ചിങ് ചെയ്ത് നേരെ കൊണ്ട് പോകും. ഈ പരിപാടിയുടെ ഭാരവാഹി എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. ഇന്ന് രാവിലെ ഇവിടെ വന്ന് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ നടത്തി വെയിറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിപ്പോ ഭക്ഷണം കഴിച്ചു, റിലാക്സ് ചെയ്യുന്നു. അടുത്ത സ്ട്രെച്ചിങ്ങിന് മത്സരത്തിന് മുമ്പുള്ള സ്ട്രെച്ചിങ്ങിന് നമ്മുടെ ക്യാപ്റ്റനെ കുറിച്ച് എന്താ പറയാ? ക്യാപ്റ്റനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ 100 താവാണ്. ക്യാപ്റ്റൻ നമ്മുടെ സ്വന്തം ലിവിജനാണ്. പുള്ളി ഇവിടെ ലിവിൻ ക്യാപ്റ്റനിലോട്ട് ക്യാപ്റ്റന്റെ അപ്കമിങ് വടംവലി ക്യാപ്റ്റൻ ആണ്. സോ നമുക്ക് ക്യാപ്റ്റനോട് ചോദിക്കാം. ഒരു ടീം ആവുമ്പോ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ആൾക്കാർ ജോപ്പ് ആവുമ്പോ എന്തായാലും ഉണ്ടാവും. കുറച്ച് ഡിസഗ്രിമെന്റ്സും എല്ലാം ഉണ്ടാവും. നിങ്ങൾ എങ്ങനെയാ അത് കോപ്പ് ചെയ്ത് പോകും? നമ്മുടെ മുന്നിൽപ്പടയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം മത്സരത്തിലുള്ള അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങള് വടംവലി ആകുമ്പോ 1 മുതൽ 7 പേര് വരിക്കുമ്പോ എല്ലാവർക്കും ഒരേ കംഫർട്ട് ആയിരിക്കും. അതിനുള്ള നമ്മളെ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള ചർച്ചകളും കാര്യങ്ങളും മാത്രമേ നമുക്കിടയിലുള്ളൂ. അതൊരു ആരോഗ്യകരമായ ഇതല്ലാതെ അതിന്റെ ഒരു ഈഗോ അങ്ങനെയുള്ള ഒരു നമ്മുടെ മുന്നിൽപ്പടയില് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. സ്ട്രാറ്റജി ഉണ്ടോ? ടീമിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ജിസേഡനാണല്ലോ. ജിസേഡിന് പറയുന്ന കാര്യങ്ങള് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മള് ഈ ടീം ഫോം ചെയ്യുന്ന എല്ലാരും ഇങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നു. ഈ ടീം ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് നമ്മൾ ഈ ടീം
ഉണ്ടായത്. തുടങ്ങിയിട്ട് 1.5 വർഷമായപ്പോൾ നമ്മള് അത് അത് എന്നാ പറയുന്നത്, അത് അതേപോലെ അതിലും കൂടുതലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതാണ് നമ്മുടെ ഇതിന്റെ ഞാൻ ഒരു കാര്യം ചോദിച്ചാണ്, നമ്മുടെ ജിസ്സേട്ടനെ കുറിച്ച് ഒരു 2 വാക്ക്. ജിസ്സേട്ടൻ നമ്മുടെ ഗ്രൂപ്പിൽ ആരാ, നമ്മുടെ എന്താ, എല്ലാവരും ഇപ്പൊ കേൾക്കുന്ന ഓരോ ടീം മെമ്പറിനോട് ചോദിച്ചാല് ജിസ് 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 എന്നൊരു പേരുണ്ട്, അത് എന്താ, ആരാന്ന് നമ്മുടെ ക്യാപ്റ്റനോട് ചോദിക്കാം. മിന്നൽപ്പടയുടെ എല്ലാം എന്ന് പറഞ്ഞാൽ ജിസേട്ടനാണ്. കാരണം എന്താ വെച്ചാല് നമ്മുടെ ഈ ടീമിലുള്ള ആരും ഇതിനു മുമ്പ് വളം വലിക്കുകയോ അങ്ങനെ ഉള്ളിലായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്നും അറിയത്തില്ല എന്ന് തന്നെ പറയാം. ഒന്നും അറിയത്തില്ലാത്ത ഒരാൾക്കാരെ അത് പഠിപ്പിച്ച് ഒരു ടീം ഫോം ചെയ്ത് ആ ടീം ഫോം ചെയ്യുന്നത് മാത്രമല്ല, ആ ടീം നമ്മൾ പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും നമ്മൾ സെമി ഫൈനലിൽ എത്തി. അപ്പം ആദ്യം മുതൽ നമുക്ക് അങ്ങനെ ഒരു റിസൾട്ടും ഉണ്ട്. അല്ല, അപ്പം ഇത്ര കഴിച്ചാൽ മതി. ഒന്നും വടംവലി എന്നുള്ളത് ഒരിക്കലും ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ഗെയിമല്ല. അത് അതേപോലെ പ്രാക്ടീസും അതേപോലെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊന്നും അറിയത്തില്ലാതെ, വടംവലിയെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ആ നമ്മുടെ കൂട്ടുകാരെ സംഘടിപ്പിച്ച് ഇങ്ങനെ ടീം ഉണ്ടാക്കി എടുക്കാൻ പറ്റി. അത് ജിഷേറിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് തന്നെയാണ് അതാണ് ജിഷേറിനാണ് മില്ലപ്പുഴ എല്ലാം എന്ന് പറയാനുള്ള കാരണം. ഒന്നും അറിയാത്ത ആ നെൽസണിലുള്ള പിള്ളേരെ കൊണ്ട് 2 ടീമാണ് ജിസേട്ടൻ ഇവിടെ ഉണ്ടാക്കിയത്. അതെ അതെ. നമ്മൾ ഇതിനു മുമ്പ് പാമേഴ്സിനോട് പോയി കഴിഞ്ഞപ്പോഴായാലും നമ്മള് അന്ന് പോയ ടീമില് ആദ്യമായിട്ട് വളം വിളിക്കുന്ന കുറെ പേരുണ്ട്. നമ്മൾ സെക്കൻഡ് ടീമായിട്ടുള്ള നമ്മുടെ മിന്നൽപ്പടയായിട്ട് തന്നെയാണ് പോയത്. പക്ഷെ എപ്പോഴും ജിസേറിന്റെ ബാക്കി ഉള്ള ഇതൊന്ന് ജിസേറിനെ വ്യത്യസ്തനാക്കുന്ന പറഞ്ഞാല്, ജിസേറിന് എപ്പോഴും എല്ലാവർക്കും ഒരു സ്പേസ് കൊടുക്കണം എന്ന് ഇപ്പോഴും ആഗ്രഹിക്കും. അതുകൊണ്ടാണല്ലോ നമ്മളന്ന് അങ്ങനെ തന്നെ പോയത്. അപ്പം നമ്മുടെ ആ ഫുൾ ടീമിലുള്ള 4 പേരെ മാറ്റി പുതിയ ആൾക്ക് ഇതിട്ടിട്ട്, അത് ജിസേറിന് ഒറ്റ ജിസേറിന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പം പുള്ളിയെ അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചാൻസ് കൊടുക്കണം. അപ്പൊ അത് ഇപ്പോഴും ജിസേറിന് അതിന് ശ്രദ്ധിക്കും. ടീമിന്റെ വിജയത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇത് നമ്മൾ ചെയ്യും. ഓരോ ഇൻഡിവിജ്വലിന് സ്പേസ് കൊടുത്തിട്ടാണ് ഈ ടീം ഇവിടം വരെ എത്തിയത്, അങ്ങനെയല്ലേ? അതെ അതെ അതെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓൾ ദി ബെസ്റ്റ്. എല്ലാരും കേട്ട ജിസ് 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 ആ ഒരു പേരിന്റെ ഉടമ മിന്നൽപ്പടയുടെ ആശാൻ ഇവിടെ ഉണ്ട്. നമുക്ക് ആശാനോട് ചോദിക്കാം, എന്താണ് ഇന്നത്തെ എക്സ്പെക്ടേഷൻ? എക്സ്പെക്ടേഷൻ തന്നെ നമ്മള് ഇവിടെ ഇത്ര നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. പിന്നെ നമ്മുടെ ടീമിനെ പറ്റാവുന്ന രീതിയിൽ എല്ലാ രീതിയിലും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ എഫേർട്ട് അവർ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ റിസൾട്ട് നമ്മൾ ഇന്ന് ഇവിടെ കപ്പുമായിട്ട് ഇവിടെ തന്നെ എല്ലാവരുമായിട്ട് ആഘോഷിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ ഒരു മൊമെന്റും നമ്മുടെ കപ്പ് നമുക്ക്, അങ്ങനെയാണോ? അത് തന്നെ, നമ്മുടെ കപ്പ് നമ്മുടെ ഈ മണ്ണ് വിട്ടു പോകില്ല, നെൽസണിൽ തന്നെ ഇരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു. ആശാനും പിള്ളേരും അടങ്ങണം. നമുക്ക് 2 ടീം ഉണ്ടല്ലേ? 2 ടീമുണ്ട്. അത് രണ്ടാമത്തെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും നാളും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ മെയിൻ ടീമിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പിള്ളേർ കൂടെ ഉണ്ടായിരുന്നു. അവരെയായിട്ട് കഴിഞ്ഞൊരു മത്സരത്തിന് ഞാൻ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അവർക്കൊരു നല്ലൊരു അവസരം കിട്ടി. അവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അവരും എന്റെ ഒരു പ്രതീക്ഷ അനുസരിച്ചിട്ട് അവരും റിസൾട്ട് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആശാനാണെങ്കിൽ എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ സ്പേസ് കൂടി കൊടുക്കും. നീ കളിക്കട്ട, നീ തപ്പായിട്ട് നിന്നാ മതി, അങ്ങനെയൊന്നും അല്ല എന്ന മെമ്പേഴ്സ് പറഞ്ഞേ. അങ്ങനെ തന്നെയാണോ? അങ്ങനെ ഞാൻ ആരെയും സപ്പായിട്ട് കണ്ടിട്ടില്ല. എന്റെ അടുത്ത് ട്രെയിൻ ചെയ്തിട്ട് ആരും വന്നിട്ടുണ്ടോ അവരെ ഞാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് എനിക്ക് അതിന്റെ വിഷമം അറിയാം. അപ്പൊ അതുകൊണ്ട് ആരെയും ഞാൻ മാറ്റി നിർത്താറില്ല. എല്ലാരെയും മത്സരിക്കാൻ ഒരു വോട്ടിലേക്ക് നടത്താൻ തന്നെ അങ്ങനെ തന്നെ. അതാണ് ആശാന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ കാര്യം അല്ലെ? ആയിരിക്കും, എനിക്കറിയാമല്ല, ഞാൻ കേൾക്കണില്ല. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ നമ്മള് എല്ലാ പ്രാവശ്യവും നമ്മള് വടംവലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡിഫറൻസോ എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? സ്ട്രാറ്റജി ഒന്നുമില്ല. നമ്മള് വലിക്കുക, കഷ്ടപ്പെടുക, പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി കിട്ടണം, അത്രേ ഉള്ളൂ. അതായത് എത്രത്തോളം കഷ്ടപ്പെട്ടോ അതിനുള്ള റിസൾട്ട് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു സ്ട്രാറ്റജി. അതല്ലാതെ ഇന്ന് ഒരു ദിവസം ഓടിയൊക്കെ വന്നിട്ട് കപ്പ് ഇട്ടൊന്ന് പോവാം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞതിന്റെ അത് കാര്യം. അപ്പൊ നമ്മൾ നല്ലപോലെ പ്രയത്നിക്കുക, അതിന്റെ റിസൾട്ട് മേടിക്കുക, അന്നല്ലോ അതിനൊരു സന്തോഷം കിട്ടുള്ളൂ. അല്ലാതെ സന്തോഷം കിട്ടിയിട്ട് തന്നെ കാര്യം, ചുമ്മാ ഒരു സമ്മാനം കിട്ടിയിട്ട് കാര്യമില്ല. പണിയെടുത്തതിന്റെ റിസൾട്ട് മേടിക്കുക, അത്രേ ഉള്ളൂ.
നമ്മുടെ ട്രോഫി കിട്ടിയത് വേർത്തിട്ട് തന്നെയാണ്. വേർത്തിട്ട് തന്നെയാണ്. നമുക്ക് എന്തേലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ വേർത്തിട്ട് തന്നെയാണ്. നല്ലപോലെ പണിയെടുത്ത് നല്ലപോലെ ട്രെയിൻ ചെയ്തിട്ട് കൃത്യനിഷ്ഠയോടുകൂടി പടം വരയ്ക്കാൻ വരണ ദിവസങ്ങൾ ട്രെയിൻ ചെയ്യാൻ വരാൻ പറയുന്ന സമയങ്ങളിൽ കൃത്യമായിട്ട് വന്ന് അതിന്റെ അതവർ ചെയ്തിട്ട് തന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഇത് പഠിച്ചു തുടങ്ങിയ സമയങ്ങളിൽ ആദ്യ മത്സരങ്ങളിലൊന്നും നമ്മളൊന്നും ആയിട്ടില്ല. പതുക്കെ അതിലേക്ക് എത്തി. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഓൾ ദി ഞങ്ങൾ റൈഡേഴ്സ് ഫ്രം ഓക്ലൻഡ്. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഡേറ്റ് നോക്കാനുള്ള ഇതിന് പോയിക്കൊണ്ടിരിക്കണം. ഇന്ന് രാവിലെ എത്തി. തിരിച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിലൊക്കെ, പക്ഷെ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് എത്തി. പേര് സിംസൺ, ജിജു, അലോഷൻ, ക്യാപ്റ്റൻ ജിത്തോടെ വെയിറ്റ് നോക്കാൻ പോയിരിക്കുക. ഓക്കെ, നമ്മുടെ ടീം മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഗെയിം ഏതാ? ഞങ്ങള് ഓക്ലാൻഡിൽ നമ്മളൊരു മലയാളി സമാജത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കുറച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് പറഞ്ഞ ആൾക്കാർ വന്നിട്ടുള്ള ഇതായിരുന്നു. അത് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. അതാണ് ഞങ്ങൾക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ എത്ര നാളായി നിങ്ങളുടെ ടീം തുടങ്ങി? 7 വർഷമായി മുകളിലായി. ടീമുണ്ട്. നമ്മളൊക്കെ പുതുതായിട്ട് പോകുന്ന ആൾക്കാരാണ്. പഴയ ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് നോക്കുന്ന സ്ഥലത്താ. അവരൊക്കെയാണ് കുറച്ചും കൂടി ആധികാരികമായിട്ട് പറയാനറിയാം. നിങ്ങളുടെ ടീം ഫോം ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഒരു പ്ലെയറിന് എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടാവും? ക്വാളിറ്റീസ്, സ്റ്റാമിന, സ്ട്രെങ്ത്, അതാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ടീം ബോണ്ടിങ്ങും അതുപോലെ ടീമില് കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് വരാനുള്ള ഒരു ഇതും, അതൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, ചേട്ടൻ പറഞ്ഞ പോലെ സ്റ്റാമിനയും സ്ട്രെങ്ത്തും അല്ലാതെ ടീം ബോണ്ടിങ് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. സോ ടീം ബോണ്ടിങ്ങിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാറ്? ടീം ബോണ്ടിങ്ങിന് വേണ്ടി നമ്മള് പുറത്തേക്ക് ഔട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ പുറത്ത് ഒരുമിച്ച് കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവാറുണ്ട്. ഈ വടംവലി അല്ലാതെ തന്നെ മറ്റുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സൗഹൃദമാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് ലീഡ് ചെയ്ത ഒരു ടീമാണ്. പിന്നെ ഞങ്ങളെല്ലാരും മോഹൻലാൽ ഫാൻസ് ആണ്. അവിടെ എത്തുമ്പോ എല്ലാം ബോണ്ടിങ് കുറച്ചും കൂടി കൂടും. ലാലേട്ടൻ ഫാൻസ് ഏത് സിനിമ ഇന്നലെ തുടരും കണ്ടിട്ടാ വന്ന്. ഓക്കെ, അടിപൊളി പടം, സൂപ്പർ പടം. തുടരുമാണ് ഇഷ്ടപ്പെട്ട. ലാലേട്ടൻ അതെ ഇന്നലെ ഇറങ്ങിയ പടം. അതാണ് നോ ക്യാരക്ടർ. അയ്യോ, കിടുക്കൻ പടം. നമുക്ക് റിവ്യൂ നിങ്ങള് ഈ കമ്മിറ്റിയുടെ ഭാഗമാണോ? നെൽസണിൽ തന്നെ താമസിക്കുന്നത്? ചേട്ടോ എന്താണ് പേര്? നിവ്യ. കാശ്മീരു. ഞങ്ങളെന്നാ നമ്മുടെ കൂടെ ഇപ്പൊ തെക്കൻ റൈസേഴ്സ് ഉണ്ട്. അതില് 2 ടീം മെമ്പേഴ്സ് ആണ്. കോച്ചാണോ ടീം മെമ്പർ? ടീം മെമ്പർ ആണ്. ബാക്കിലെ പ്ലെയർ ആണ്. 7ാം നമ്പർ പ്ലെയർ ലല്ലു. ഞാനും പ്ലെയർ ആണ്. 2ാം നമ്പർ പ്ലെയർ ജസ്റ്റിൻ. ഓക്കെ, നിങ്ങളുടെ കോച്ചിന്റെ പേരെന്താ? എബി മോഹൻ. പിന്നെ ക്യാപ്റ്റൻ ജസ്മോൻ. ഞങ്ങള് 2 സബ്ബോർഡ് ഉണ്ട്. മൊത്തം കൂടെ ഒരു 10 പേര് കൂടുന്ന ഒരു ടീമാണ്. ഞങ്ങളിപ്പോ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മേലെയായി. ഇപ്പൊ ഇവിടെ നെൽസൺ ഞങ്ങള് സൗത്ത് ഐലൻഡിലാണല്ലോ. അപ്പൊ നെൽസണില് ഇത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങളുടെ സൗത്ത് ഐലൻഡ് നടക്കുന്ന ഇത്രയും നല്ലതായിട്ട് ഇവര് നടത്തിയ ഒരു പരിപാടിയാണ്. അപ്പൊ വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. അവരോട് നല്ല കമ്പനിയാണ്. അപ്പം നല്ലൊരു ടൂർണമെന്റ് ഞങ്ങളും എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ഞങ്ങൾക്കും അൺഫോർഗറ്റബിൾ മൊമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടീം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യമേ അറിയാലോ, ന്യൂസിലാൻഡ് എല്ലാവരും പുറത്തുനിന്ന് വന്നവരാണ്. മലയാളികൾ എല്ലാവരും പുറത്തുനിന്ന് വന്നവരാണ്. ഈ ടീം സ്റ്റാർട്ട് ചെയ്തപ്പം നല്ലൊരു കമ്മ്യൂണിറ്റി മീൻസ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, അതാണ് ഏറ്റവും വലിയൊരു സംഭവം. പിന്നെ അത് മാത്രമല്ല, ഇവൻ ഓൾ ഓവർ ന്യൂസിലാൻഡ് എവിടെ ചെന്നാലും ഇപ്പം കമ്പനിക്കാരാ പല സ്ഥലത്ത്. ഇപ്പം നെൽസണിൽ വന്നു കഴിഞ്ഞാൽ മിന്നൽപ്പുഴ ആൾക്കാരെ അറിയാം. ഓക്ലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ, ഹാമിൽട്ടൺ ചെന്ന് കഴിഞ്ഞാൽ, അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റി ഇതില് ഒത്തിരി ഫ്രണ്ട്സിനെ കൂടുതൽ കിട്ടി. സോ ഒരു ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ് ഉണ്ടാവുമല്ലോ. അതെങ്ങനെ കോപ്പ് ചെയ്യുന്നത്? നിങ്ങൾ ഗ്രൂപ്പായിട്ടുള്ള സ്ട്രാറ്റജി എന്താണ്? ഗ്രൂപ്പായിട്ട് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളതാണ്. ഓരോ ഗെയിം കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്, ഇതിനകത്തുനിന്ന് നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടത്. ലൂസിംഗ് ഗെയിം ആണെങ്കിൽ ഇതിനകത്ത് എന്ത് നമുക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. വിൻ ചെയ്ത ഗെയിം ആണെങ്കിൽ ഇനി അടുത്ത തവണ നമ്മൾ ഇതുപോലെ തന്നെ മാനേജ് ചെയ്യേണ്ടേ, അല്ലെങ്കിൽ അടുത്ത തവണ കുറച്ചുകൂടെ എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ളത് ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷൻസ് ആണ്. എനിക്ക് എപ്പോഴും ഗ്രൂപ്പായിട്ടുള്ള ഡിസിഷൻസ് ആണ്. ഇതൊരു ടീം സ്പിരിറ്റ് ആണ്. ഇൻഡിവിജ്വലായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും അവരവരുടെ പാർട്ടി ചെയ്യുക, ടീമായിട്ട് ചെയ്യുക, എന്നാൽ മാത്രമാണ് ഗെയിം. ഗ്രൂപ്പായിട്ട് നമ്മള് ഡിസ്കസ് ചെയ്യുമ്പോൾ അതെപ്പോഴും ഉണ്ടാവാറുണ്ടോ? അത് മിക്ക ടൂർണമെന്റ് മിക്ക ട്രെയിനിങ് സെഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്കുണ്ട്. പക്ഷെ 2 വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ അങ്ങ് മാറും. എന്നിട്ട് തോളത്ത് തട്ടി കഴിയുമ്പോൾ റെഡിയാവും. ഫ്രണ്ട്സ് അല്ലേ?
Okay. Thank you so much. Thank you, thank you. Yeah, all the best. Thank you. നിങ്ങൾ എല്ലാവരുടെയും പേരൊന്ന് ഞങ്ങൾക്ക് പറ. ജോബിൻ ഇമ്മാനുവൽ, ഷിജു എബ്രാം, ആമോസ് ജെയിംസ്, നിഖിൽ ഷാജു, സുരേഷ് ജോസ്, കൃഷ് രാജേശ്വരി, ശ്യാം, ഫിലിപ്പ് രാജു, സിജി ശ്രീക്, അഭി, ശ്രീജിത്ത്, വർഗീസ്. എന്തെങ്കിലും പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ന്യൂസിലാൻഡ് വന്നു കഴിഞ്ഞിട്ടാണോ ഈ വടംവലി തുടങ്ങിയത്? എന്തെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലും? നാട്ടിൽ നമ്മൾ ലോക്കൽ പള്ളികളിൽ വലികളുണ്ട്. പിന്നെ വടംവലി പണ്ട് മുതലേ നമുക്ക് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ വലികളെല്ലാം കാണാൻ പോകാറുണ്ട്. അപ്പൊ ന്യൂസിലാൻഡിൽ വന്ന് ഈ കഴിഞ്ഞ ഒരു 1-2 വർഷം കൊണ്ട് ഇപ്പം ഇത്രയും ടീമുകൾ, ഇത്രയും വലികള് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഈ ന്യൂസിലാൻഡിന്റെ പല ഭാഗത്തു നിന്നും ഇഷ്ടംപോലെ ടീമുകളാണ് വരുന്നത്. അതൊരിക്കലും ഒത്തിരി നല്ലതാണ്. വടംവലിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസിലാൻഡ്. സോ താങ്ക് യു നെൽസൺ ഫോർ ക്രിയേറ്റിംഗ് ദാറ്റ് ബിഗ് ഇവന്റ്, ലൈക് റിയലി ബിഗ് ഇവന്റ്. എന്തെങ്കിലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റും കൂടി പറയാമോ? മറക്കാൻ പറ്റാത്ത അച്ചീവ്മെന്റ് ഞങ്ങൾ ഇന്നുണ്ടാക്കി. ഞങ്ങളുടെ ടീമിന്റെ പേര് ഗോലിയത്ത് എന്നാണ്. ഞങ്ങൾ വന്നിരിക്കുന്ന ജനറേഷനാണ് അറൌണ്ട് ലൈക്ക് 800 കിലോമീറ്റർ ഫ്രം ഹിയർ. ഒരു പുതിയതായിട്ട് ഫോം ചെയ്ത ടീമാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ഇന്റർനാഷണൽ ടൈപ്പ് ഓഫ് ടൂർണമെന്റ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോ മിന്നൽ കുറെ നെൽസണിന് ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒത്തിരി താങ്ക് യു. പിന്നെ ജനേഡിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഞങ്ങളുടെ സപ്പോർട്ടേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. First of all, thank you so much for coming. നിങ്ങളുടെ ക്യാപ്റ്റൻ എല്ലാരും ഒന്ന് പേര് പറഞ്ഞു. എന്റെ പേര് അലക്സ്, ആൻഡോ, ജിതൻ, ജീസൺ, ആഗ്നൽ, അനീഷ്, ടോണി, ബോബിൻ, യെസ്, ലേറ്റ് ആയിട്ട് വന്ന ചേട്ടൻ കൂടി. ജോർജ്. പുതിയതായിട്ട് ഫോം ചെയ്ത ടീമാണ്. അപ്പൊ ഈ ടീം ഫോം ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് നോക്കിയത്? 7 പേര്. ഈ സെയിം സ്പോർട്ടിൽ ഇൻട്രസ്റ്റ് ഉള്ള 7 പേര്. ഓക്കെ, ഒരു മെമ്പറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുക? അതായത് ഇത് വെയിറ്റ് ഒത്തിരി റിലേറ്റഡ് ആണല്ലോ ഈ കാര്യത്തിന്. അപ്പൊ നമ്മളെല്ലാവരും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞ ഒരു 3-4 months ആയിട്ട് റെഗുലർ ഡയറ്റ് വെയിറ്റ് ചെക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പ്രാക്ടീസ് നമ്മൾ ഇവിടെയുള്ള ഫേമസ് ടീംസിന്റെ അടുത്തൊക്കെ അഡ്വൈസ് ഒക്കെ ചോദിച്ചാൽ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത്. അപ്പൊ അതോടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ വരെ വരാൻ നമുക്ക് സാധിക്കും. ഏരിയയിലെ പോലെ കുറച്ചിട്ടുള്ള ടീമുണ്ടോ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ തന്നെ? ഇല്ല, നമ്മൾ എല്ലാവരും അടി കോൺഫിഡൻസ് നമുക്ക് പ്രശ്നം, നമുക്കൊന്നും കഷ്ടപ്പെടാനില്ല. ഞങ്ങളൊരു ന്യൂ ടീമാണ്. നമുക്കൊരു ടൂർണമെന്റ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇല്ലാത്തത്. അതുകൊണ്ട് നമുക്ക് ഏത് ചലഞ്ച് എടുക്കാൻ നമ്മൾ റെഡിയില്ല. ഏതെങ്കിലും പോലെ ടീം ഉണ്ടെങ്കിൽ നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്തു? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ന്യൂസിലാൻഡിലുള്ള എല്ലാ ടീംസിനും നമ്മൾ അഡ്വൈസ് ചോദിച്ചിരുന്നു. എല്ലാവർക്കും ഓരോ സ്റ്റൈലാണ്, ഓരോ ടെക്നിക്സാണ്. അപ്പൊ അവരുടെ അടുത്ത് എല്ലാവർക്കും നമ്മൾ അഡ്വൈസും ടെക്നിക്കും ഒക്കെ വാച്ച് ചെയ്തിട്ടാണ് അവരുടെ ടീം ഫോം ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്തു. പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടോ? എല്ലാവരും പല പല പ്രൊഫഷണലായിട്ട് വന്നവരായി. ഇവിടെ ഇതിനു വേണ്ടി വന്നവരല്ല. എല്ലാവരും കുറച്ചുപേര് നേഴ്സാണ്, കുറച്ചുപേര് ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്നുണ്ട്, ജോബ്സ്. പിന്നെ ഞങ്ങള് ഈ ഒരു ടീം സ്പിരിറ്റും ഇതൊരു ഞങ്ങൾ എല്ലാവരും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് അറിയാം. ഗുഡ് ഫ്രണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് ഈ കയറ് എടുക്കണം എന്ന് പറഞ്ഞു വന്നത് അല്ലേ? ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും റിസർച്ച് എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടോ? നിങ്ങൾ ഇതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിസ്റ്റ്? അത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എല്ലാരും കണ്ടോണ്ടിരിക്കില്ല, എങ്ങനെ പറയാ? നമ്മളെ 100% പെർഫോം ചെയ്യാം. അത്രോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പെർഫോമൻസ് ചെയ്യാം. അതിനകത്ത് ഞാൻ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നു. Thank you so much. Thank you. നമുക്ക് ടീം സെക്ഷൻസ് ന്യൂസിലാൻഡ്സ് ആണ് നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചത്, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? അതുകൊണ്ടല്ലേ ഞങ്ങളോട് വന്നേക്കാം. ഞാൻ കണ്ടായിരുന്നു അവിടുന്ന് ഇവിടുന്ന് എല്ലാരും വിളിച്ചു കൂട്ടി എല്ലാരും ഫുൾ ടീമായിട്ടും. അങ്ങനെ ചിലപ്പോ ക്യാപ്റ്റൻ ഇല്ല, പക്ഷെ ഇത് ഫുൾ ടീം വരാതെ ഇവര് വരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂണിറ്റിയാണ്.
അപ്പൊ നിങ്ങളില്ലേ ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാകത്തില്ലേ, അതെങ്ങനെയാ നിങ്ങൾ സോൾവ് ചെയ്യണേ? ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല. അത് രണ്ട് ബെഗടിച്ച് തീരാ. അപ്പം ഈ വടംവലിക്ക് മുമ്പ് വരെ ആ ഒരു ഇത് പ്രോഗ്രാം കഴിയണ വരെ നിങ്ങൾ എന്തൊക്കെയാ പ്രിപ്പറേഷൻസ് ചെയ്യണേ? ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഇത്രയും ദിവസം ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഞങ്ങളുടെ മെയിൻ സ്ട്രാറ്റജി. ഞങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ ചെയ്യും, തിരിച്ചു വരും. മെയിൻലി ഡയറ്റ് ചെയ്യും, വെയിറ്റ് പ്ലാൻസ് ഉണ്ട്, വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും, പിന്നെ ബേസിക്കലി ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഗെയിമിന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും സീക്രട്ട് സ്ട്രാറ്റജീസ് ഓക്കെ, ഒരു റിച്വൽസ് അങ്ങനെ ഉണ്ടാകും? പിന്നെ നിങ്ങൾ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? എത്ര നാളായി? സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഇത് നാനായ കത്തോലിക് അസോസിയേഷൻ ഓഫ് ന്യൂസിലാൻഡിന്റെ ടീമാണ്. ഞങ്ങള് നമ്മുടെ ന്യൂസിലാൻഡ് ടൂർണമെന്റ് ആയിട്ടും അല്ലാതെയും ടൂർണമെന്റ് തുടങ്ങിയത് തൊട്ട് നമ്മളുണ്ട്. മിക്കവാറും 2012 തൊട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വർഷമാണ് നമ്മൾ KCNSL എന്നായിരുന്നു നമ്മുടെ അസോസിയേഷൻ ടീമിന്റെ പേര്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ സെക്കൻഡ്സിന്റെ പേര് ചേഞ്ച് ചെയ്തത്. നമ്മുടെ ഒരു പോരാട്ടം 2024 സാറാണ്. അങ്ങനെ അതുകൊണ്ട് നമ്മള് വടംവലിയുടെ ന്യൂസിലാൻഡ് വടംവലിയുടെ ചരിത്രത്തിനോടൊപ്പമുണ്ട് അതിന്. നിങ്ങൾക്ക് ആരാണ് മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ ആയിട്ട് തോന്നിയത് ഇവിടെ? ലൈക്ക് വൈ? ടീമിൽ ഏതെങ്കിലും ആരെങ്കിലും മോസ്റ്റ് അണ്ടർ റേറ്റഡ് പ്ലെയർ ആണ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഇത് ഒരാളുടെ ബലം കൊണ്ട് വടംവലി ജയിക്കുകയില്ല. ടീമിലുള്ള എല്ലാവരും പെർഫോം ചെയ്താൽ മാത്രം ജയിക്കുന്ന മത്സരമാണ് വടംവലി. ഇൻഡിവിജ്വലായിട്ട് ഒരാൾക്ക് പെർഫോം ചെയ്താൽ മാത്രം വടംവലി ജയിക്കുകയില്ല. ടീമിലെ 7 പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ കപ്പടിക്കുന്നത്. അപ്പൊ ഒരാൾ അണ്ടർ റേറ്റഡ് ആയിട്ട് ഒരാൾ ഓവർ റേറ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാവരും ടീം പെർഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ടീം ജയിക്കുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഏതാണ്? ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം ആണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ട്രോഫി അടിച്ചത്. അപ്പം ഏകദേശം ഏറ്റവും കൂടുതൽ വടംവലി ന്യൂസിലൻഡിൽ നടന്നതും കഴിഞ്ഞ വർഷമാണ്. അപ്പൊ ഈ 2024 എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഞങ്ങൾ അച്ചീവ് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത 2 ടൂർണമെന്റ് കപ്പടിച്ചു. അത് കഴിഞ്ഞ് വടംവലി നടത്തി. പക്ഷെ അതിൽ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് മാമാങ്കം ഇന്റർനാഷണൽ വടംവലിയിൽ നമുക്ക് ഇന്റർനാഷണൽ ടീമിനെ തോൽപ്പിച്ച് നമുക്ക് ഓഷ്യാന ചാമ്പ്യൻസ് എന്ന് പറഞ്ഞ ടീമിനെ തോൽപ്പിച്ച് നമുക്ക് കപ്പടിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓസ്ട്രേലിയ പോയി. അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. പിന്നെ ഇപ്പൊ 2025 സ്റ്റാർട്ട് ചെയ്ത് സോഫാർ 2 ടൂർണമെന്റ് നമ്മുടെ ന്യൂസിലാൻഡിൽ നടന്നു. നെക്സ്റ്റ് വീക്കെൻഡ് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവാണ്, അഡ്ലൈഡ് പോവാണ് ഇന്റർനാഷണൽ മത്സരത്തിന് വേണ്ടി. സോ അതൊക്കെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് ഞങ്ങൾ കരുതുന്നത്. What's your favorite part to be in this? Like other members not ബോണ്ട്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബോണ്ട്. നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നു. പിന്നെ ആ ഒരു എല്ലാരും ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം, കൂട്ടായ്മ. നമ്മുടെ പുറകിൽ ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ നമ്മള് പ്രൈഡ് ആക്കുന്നുണ്ട്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലീസിന്റെ എല്ലാം സപ്പോർട്ട്. ഈ ഗെയിം ആരാ നമുക്ക് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നമ്മൾ വേണം എന്നൊക്കെ പറഞ്ഞ് ഒരാളല്ലായിരിക്കും, കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കും. നിങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ അവരിവിടെ തന്നെ ഉണ്ടോ? വേറെ കമ്മ്യൂണിറ്റി നമ്മൾ തീരുമാനിച്ചാണ് നമ്മൾ വടംവലി ആയിട്ടുള്ള ഒരു ടീം ഫോം ചെയ്യാം. മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മുടേതായ ഒരു പ്രസൻസ് എല്ലാ ടൂർണമെന്റിലും കാഴ്ചവെക്കുന്നു. കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ടീം. Thank you so much, guys. Thank you. What's yours? David. Okay. Do you have any expectation about the event happening here? Only is everybody must have a fun and happy day. Do you know anything about the tug of war? Yes, I've seen it before. We've had a similar game in Nelson previously. Do you know what's Mingle for that, please? Like the team we are presenting from Nelson, do you know anything about that? No, I've just seen them train once. I went to the festival earlier in the year. Are you excited for the event happening today? Of course I am. Look at this beautiful day in sunny Nelson.
I am. Okay. Thank you so much. That's okay. Okay. Bye bye.